ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മിലാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സേവി സാജിത്. മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് കേട്ടോ. നമ്മുടെ റെഗുലർ വീഡിയോസ് എവരിഡേ 8:30 PM ആണ്. പക്ഷേ എസ്റ്റർഡേ ആൻഡ് ടുമോറോ നമ്മൾ മോർണിംഗ് 8:30 വീഡിയോസ് ഇടുന്നത്. കുഞ്ഞിന് പനിയാണ്, അപ്പോൾ എനിക്ക് വൈകിട്ട് ഓർഡർ എടുക്കാനുള്ളൊരു ടൈം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് മോർണിംഗ് ടൈമിൽ ഓർഡർ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ റിസൾട്ട് പെൻഡിങ് ആണ്. അപ്പം നമുക്കത് ഇന്നൊന്ന് എല്ലാവരുടെയും പേരുകൾ എഴുതി എല്ലാം റെഡി ആക്കാനുള്ള ഒരു സാവകാശമൊന്നും കിട്ടുന്നില്ല. ശനിയാഴ്ച കുഞ്ഞിന് പനി തുടങ്ങിയത്, ശനി ഞായർ തിങ്കൾ ഇത്രയും ദിവസമായിട്ടും പനി ഒന്ന് സെറ്റിലായതേ ഉള്ളൂ. പക്ഷേ എന്നോടനുബന്ധിച്ചുള്ള വഴക്ക്, പ്രശ്നങ്ങൾ, കുഞ്ഞിൻ്റെ ചിത്താന്തമൊക്കെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം നമ്മൾ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഐറ്റംസും ഡിസ്പാച്ച് ആകുന്നത് ഡേ ആഫ്റ്റർ ടുമോറോ ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് DTDC ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിംഗ് ആണ്. റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ പാഴ്സൽ ഓപ്പണിങ്, അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും വേണം കേട്ടോ. അപ്പം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലക്ഷറി ബ്രാൻഡ്സ് ബഡ്ജറ്റ് റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന കുർത്തീസ് ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോ ചോയ്സ് ആണ് പാനൽ കട്ട് കുർത്തീസ്. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അജറക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു പാനൽ കട്ട് കുർത്തിയാണ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ റയോൺ ആണ്. റയോണിന്റെയും കോട്ടന്റെയും കംഫർട്ട് നമുക്ക് ഈ ഒരു കുർത്തിയിൽ കിട്ടും. കാരണം നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ കോട്ടനും കൂടെ മിക്സ് ആണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഹെവി റയോണും കോട്ടനും ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയർ ആണ്. ഇത് കണ്ടോ, ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ്. അടിപൊളി ഫ്ലെയർ ആണ്. ഇത്രയും നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടമ്മി ഒന്നും ഒട്ടും കാണത്തില്ല. നല്ല അടിപൊളി ഷേപ്പിൽ കിടന്നോളും. വൈഡ് ആയിട്ടുള്ള നെക്കാണ്. യോക്ക് ഏരിയ സ്ട്രൈപ്സും ബോഡി ഏരിയയിലേക്ക് അജറക് പ്രിന്റും ആണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ഫോയിൽ പ്രിന്റ് പോകുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് ക്യാച്ച് ചെയ്യുന്നത് കാണുന്നില്ല. 3/4 ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത്. സ്ലീവ്സിന് എൻഡിലേക്കും ആ പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ലെങ്ത് വരുന്നത് 47 ഇഞ്ചസ് ആണ്. നല്ല ക്വാളിറ്റി കുർത്തീസ് ചെയ്യുന്ന നല്ലൊരു മാനുഫാക്ചറിന്റെ കുർത്തിയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ആം ടു ആം ഹോൾ മെഷർമെന്റ് 38, 40, 42 ആൻഡ് 44 ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ്, ലൂസ് ഫിറ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പൊ നമുക്ക് കുർത്തിയുടെ ഫ്ലെയർ ഒന്ന് നോക്കാം. ഇത്രയും നല്ല ഫ്ലെയറിലാണ് കുർത്തി വന്നിരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഫ്ലെയറിൽ കോട്ടൺ റയോൺ ഫാബ്രിക്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ. കണ്ടോ ക്വാളിറ്റി കണ്ടോ, അടുത്ത് കാണിച്ചു തരാം. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ, നരപ്പൊന്നും ഇല്ലാത്ത നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അടിപൊളി ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കലി ടോപ്പാണ്. അപ്പൊ 720 എന്ന് പറയുന്നത് സച്ച് എ വണ്ടർഫുൾ പ്രൈസ് റേഞ്ച്. അപ്പം ഈ കുർത്തീസ് എല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. അതായത് മനുഷ്യൻ തന്നെ കൈകൊണ്ട് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന കുർത്തീസ് ആണ്. അതുകൊണ്ടാണ് ഓരോ പ്രിന്റും അതർ പ്രിന്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ റേറ്റ് വരുന്നത് 699 M2XXL ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പൊ നമുക്ക് പ്രീമിയം ബ്രാൻഡിന്റെ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസ് കാണാം. ഈ ഒരു സമ്മർ സീസൺ ഭയങ്കര ചൂടായില്ല. ഇടുക്കിയിൽ പോലും ഇന്നലെ 35 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൻപുറത്തൊക്കെ നല്ല ചൂടായിരിക്കും. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കോട്ടൺ. അപ്പം അതൊരു ബ്രാൻഡഡ് കുർത്തിയുടെ ബഡ്ജറ്റ് റേറ്റിൽ വന്നിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സൈസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL ആണ്. ആം ഹോൾ ടു ആം ഹോൾ 38 തൊട്ട് 44 വരെയാണ്. ലെങ്ത് വരുന്നത് 46.5 ഇഞ്ചസ് ആണ്. 3/4 ആണ് സ്ലീവ്സ്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഖാത്ത കോട്ടൺ മെറ്റീരിയലിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ബ്രാൻഡഡ് കുർത്തിയാണ്. ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. വെരി ഗുഡ് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലുള്ള. ഇപ്പൊ ബഡ്ജറ്റ് റേറ്റ് ആണെന്ന് വെച്ചിട്ട് ലൈനിങ് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വല പോലെ ആയിപ്പോകുന്ന ടൈപ്പ് ഓഫ് ലൈനിങ് ഒന്നുമല്ല. നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിനോടുകൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 679, 679. അടിപൊളി ഓഫ്. അതായത് ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. ചുമ്മാ ഒരു മാനുഫാക്ചറിന്റെ അടുത്തും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതല്ല. പ്രീമിയം ബ്രാൻഡഡ് കുർത്തി, അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട്. അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. M2XXL സൈസ്, 46.5 ഇഞ്ചസ് ലെങ്ത്. ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന നെക്ക് പാറ്റേൺ ആണ്. നല്ലൊരു വി നെക്ക് വന്നിട്ട് കുറച്ച് പേർക്കൊക്കെ നമ്മൾ നേരത്തെ വി നെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം
അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡീപ്പ് വി ആയി പോകുമ്പോൾ എല്ലാവരും കംഫർട്ടബിൾ അല്ലെന്ന്. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വി ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. കണ്ടോ? അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴും കുനിയുമ്പോഴും ഒന്നും നമ്മുടെ ചെസ്റ്റ് എക്സ്പോസ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്നൊന്നും എടുത്ത് പുറത്തിട്ടുകൊണ്ടൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ എക്സ്പോസ് ആവുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ദ ബെസ്റ്റ് പ്രൈസ് ആണ് 679, 679. അപ്പം ഈ ബ്യൂട്ടിഫുൾ കുർത്തിയുടെ സെക്കൻഡ് കളർ വരുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. വെരി വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ നെക്ക് പാറ്റേൺ ആണ് ഏറ്റവും സൂപ്പർ. എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. M2XXL സൈസ് ആണ്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. വെരി ഗുഡ് ക്വാളിറ്റി ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഖാത്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടോ? ഇതാണ് മെറ്റീരിയൽ ക്വാളിറ്റി. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അപ്പം 679 ഒരു ബ്രാൻഡഡ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. നെക്ക് പാറ്റേൺ സൂപ്പറാണ്. നല്ലൊരു ഓഫീസ് വെയർ ആണ്. 679 ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സിന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഈ ചൂട് സമയത്ത് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എലഗന്റ് ആയിട്ടുള്ള കുർത്തീസ് കൊണ്ടുവന്ന്. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ തേർഡ് ഓപ്ഷൻ വരുന്നത് നല്ലൊരു റസ്റ്റ് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റസ്റ്റ് ഷെയ്ഡ്. 3 കളർ ഷെയ്ഡ്സ്, ഓണിയൻ പിങ്ക്, സ്കൈ ബ്ലൂ ആൻഡ് റസ്റ്റ് ഷെയ്ഡ്സ്. 3 ഷെയ്ഡ്സും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നെക്ക് കാണിച്ചു തരാവേ. ഹൈ കോളർ നെക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പോംപോം ബോൾസ് കൊടുത്ത് സ്പോഞ്ച് ബോൾസ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും വി നെക്കാണ് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള പ്രിൻ്റാണ് 3ലേക്കും വന്നിരിക്കുന്നത്. കണ്ടോ? ഈ സെയിം പ്രിൻ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സ്കൈ ബ്ലൂ ആണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. റസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി അതെടുത്ത് മനസ്സിലാവുന്നുണ്ട്. കാത്ത കോട്ടൺ ആണ് മെറ്റീരിയൽ. 3/4 ആണ് സ്ലീവ്സ്. ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. 46.5 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 679. അപ്പോൾ കണ്ടോ നെക്ക് പാറ്റേൺ കണ്ടോ? ഡിഫറെൻ്റ് ആണേ. നല്ല രസമുള്ളത് കണ്ടോ? പോംപോം ബോൾസ് വെച്ചിട്ട് അല്ലെ സ്പോഞ്ച് ബോൾസ് വെച്ചിട്ട് ഇങ്ങനെ രസമായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ പോട്ട്ലി ബട്ടൺസ് എന്ന് പറയാം. ഇങ്ങനെ ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള വി നെക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സമ്മർ സീസണിൽ ഏറ്റവും കംഫി ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന ജയ്പൂർ കോട്ടൺ, കാത്ത കോട്ടൺ അതിലേക്ക് വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ്. സൈസ് M2XXL. ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 679. ഇനി 2 ടൈപ്പ് കുർത്തിയും കൂടെ ഉണ്ട്. ഒരു ടൈപ്പാണ്, 2 ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ. ഇതും പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. നല്ല രസമുള്ള പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയലിലേക്ക് വരുന്ന കുർത്തിയാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇപ്പോൾ ഓഫ് വൈറ്റ് ഇൻ ട്രെൻഡ് ആയിട്ടുണ്ട്. അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു മറ്റ് ഫീച്ചർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോണേ, ഇങ്ങനെ പിൻഡെക്സ് പോലെ യോക്കിൽ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഹൈ കോളർ നെക്കാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ്. നല്ല അയണൊക്കെ ചെയ്ത് ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന പ്രീമിയം ലക്ഷറി ബ്രാൻഡഡ് കുർത്തീസാണ് ഇതെല്ലാം തന്നെ. ബട്ട് ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ 645 ഇത് തരുന്നത് കേട്ടോ. 645 645. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതർ 3 ടൈപ്സ് 679. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല ഹൈ കോളർ നെക്ക് വന്നിട്ട് സെൻറ്ററിൽ ഒരു വി പോലെ കൊടുത്ത്, വീഡിയോയിൽ ക്ലിയർ ആവുന്ന കാണത്തില്ല കേട്ടോ. ഇത്രയും ഏരിയയിൽ പിൻടെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പിൻടെക്സ് ആയിട്ട് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റിലേക്ക് പ്രിന്റഡ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. അതായത് വൈറ്റ് ഫാബ്രിക് എടുത്ത് അതിലേക്ക് ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതല്ല, വൈറ്റ് ഫാബ്രിക്കിൽ തന്നെ പ്രിന്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, ഇതിങ്ങനെ കളർ ഇളകി പിടിക്കത്തില്ല. കാരണം ഒരു ഫാബ്രിക് എടുത്ത് അതിലേക്ക് ബ്ലോക്ക് പ്രിന്റ്സ് ചെയ്ത് വരുന്നതല്ല ഇത് ആ സിറ്റീസ് ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് പ്രിന്റഡ് കോട്ടൺ ആണ്. അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ ഓരോ മെറ്റീരിയലിനെ കുറിച്ചും. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, പർച്ചേസ് ചെയ്യുന്നവർക്ക് അബദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. 3/4 സ്ലീവ്സ്, സൈഡ് സ്ലിറ്റഡ് ആണ്. ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലക്ഷറി ബ്രാൻഡഡ് കുർത്തിയാണ്. ടീച്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്കും റെഗുലർ ആയിട്ട് ഓഫീസിൽ കുർത്തീസ് വെയർ ചെയ്യേണ്ടവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. 645 വാവ് പ്രൈസ് ആണ് കേട്ടോ. 645. അപ്പോൾ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നമ്മുടെ ഓഫ് വൈറ്റിലേക്ക് ഒരു സ്കൈ ബ്ലൂ ആൻഡ് പിങ്ക് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് വരുന്നത് ഓഫ് വൈറ്റിലേക്ക് പർപ്പിൾ, പീച്ച് മെയിൻ ആയിട്ട് വരുന്ന കേട്ടോ. ഇതാണ് സെക്കൻഡ് പ്രിന്റ് വരുന്നത്. ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ്. ഏത് ചൂസ് ചെയ്താലും അടിപൊളിയാണ്.
വൈറ്റ് പിന്നെ ക്യാമറയിൽ ഒരു ഡൾ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് എപ്പോഴും കാണുന്നത്. എന്നാണാവോ ഇതാ ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 645-നൊക്കെ നല്ലൊരു ബ്രാൻഡഡ് കുർത്തി സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതേ പിൻടെക്സ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 645. ഇതാണ് സെക്കൻഡ് പ്രിന്റ് വരുന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്രിന്റ്. ബേസ് ആയിട്ട് വരുന്ന പീച്ച്, പർപ്പിൾ, പിന്നെ ഒരു ഡസ്റ്റി ഗ്രീൻ ആണ്. അപ്പോൾ ഇതിലേത് ബോട്ടം ഇട്ടും നമുക്ക് പെയർ ചെയ്യാം, അല്ല സെയിം വൈറ്റ് ടു വൈറ്റ് ഇട്ടും പെയർ ചെയ്യാം. ഇത് വരുന്നത് ബ്ലൂ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത്, റോയൽ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇത് പീച്ച് ആൻഡ് പർപ്പിൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടും നല്ല പ്രിന്റാണ്. റേറ്റ് വരുന്നത് 645. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രിന്റ് വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. വെരി ബ്യൂട്ടിഫുൾ, നല്ല രസമുള്ള, എല്ലാവരും ചോദിക്കും നല്ല രസമുണ്ടല്ലോ എവിടെ നിന്നൊക്കെ ചോദിക്കും. 645 ഉള്ളൂ. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്, മിസ്സാക്കരുത്. ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ, ചുമ്മാ പറയുന്നതല്ല, പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ട ടേക്ക് എ സ്ക്രീൻഷോട്ട്, സൈസ് മെൻഷൻ ചെയ്ത് 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തെ റിപ്ലൈ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഹാഫ് ആൻ അവറിനുള്ള റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം വാട്സപ്പിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ, സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സൈസിൽ എനി ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചെക്ക് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്നത് ആം ഹോൾ ടു ആം ഹോൾ മെഷർമെന്റ് ആണ്, ചെസ്റ്റ് ഏരിയ മെഷർമെന്റ് അല്ല. കാരണം ഓരോ സൈസിനും ഓരോ യൂസ് ചെയ്യുന്ന ഇന്നേഴ്സിന്റെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡിഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ 36 ബിയും ഡിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചെസ്റ്റ് ഏരിയ മെഷർമെന്റ് അല്ല, നമ്മുടെ ആം ടു ആം ഹോൾ മെഷർമെന്റ് നമ്മൾ തന്നെ ടേപ്പിലൊന്ന് മെഷർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സമയത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് റിട്ടേൺ ഉള്ളത് ഡാമേജസിനായതുകൊണ്ട് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മറന്നു പോകാണ്ട് തന്നെ എടുക്കണം. നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്താണ് വിടുന്നത്. പക്ഷെ എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ പെടാണ്ട് വന്നു എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൊണ്ട് മസ്റ്റാണ്. ഇത്രയൊക്കെയുള്ളൂ. ടുഡേ ഈവനിങ് ഉറപ്പായിട്ടും വീഡിയോ ഉണ്ടായിരിക്കും. കുഞ്ഞ് ഓക്കെ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.